നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 35 ആണേ. അപ്പോൾ ഇന്നത്തെ പോർഷൻസ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും പരീക്ഷ അറ്റൻഡ് ചെയ്യണം, മസ്റ്റായിട്ടും പരീക്ഷ അറ്റൻഡ് ചെയ്യണം. ഓരോ ദിവസത്തെയും പോർഷൻ പഠിച്ചിട്ട് അന്നന്ന് രാത്രി നടത്തുന്ന എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരീക്ഷയിലേക്ക് കടക്കാം. 15 ചോദ്യങ്ങളാണേ ഉള്ളത്, 13 മാർക്കാണ് കട്ട് ഓഫ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവുക, ജോയിൻ ചെയ്യുക. തുടങ്ങാം. ടെൻത്ത് മെയിൻസ് ഡേ 35 എക്സാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. ഓൾ ഇന്ത്യ സർവീസ് ആക്ട് 1951, ഇന്ത്യൻ ഫോറിൻ സർവീസ് 1946, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് 1966, ഇന്ത്യൻ എക്കണോമിക് സർവീസ് 1960. രണ്ടാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും കേന്ദ്ര സർവീസിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, സെയിൽസ് ടാക്സ് ഓഫീസേഴ്സ്. 3. ചുവടെ തന്നിരിക്കുന്നതിൽ ജില്ലാ കളക്ടറുടെ ചുമതലയിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ജില്ലാ കളക്ടറുടേതാണ്. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായി അറിയപ്പെടുന്നു. ഓരോ ജില്ലയിലും നീതിയും സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ. ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ. വിവിധ ജില്ലകളുടെ ഭരണ നേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ. 4. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ പ്രധാന ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുക, വാർഷിക സാമ്പത്തിക അവലോകനം തയ്യാറാക്കുക, പ്ലാനുകൾ നടപ്പിൽ വരുത്തുക. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്തുക. 5. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ പോളിംഗ് ബൂത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് പ്രിസൈഡിംഗ് ഓഫീസർ. 6. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിന്, കേന്ദ്ര സർക്കാരിന്, പ്രധാനമന്ത്രിക്ക്, ലോക്സഭാ സ്പീക്കർക്ക്. 7. കേരളത്തിലെ ഇതുവരെ നിലവിൽ വന്ന ഭരണപരിഷ്കാര കമ്മീഷനുകളുടെ അധ്യക്ഷന്മാരുടെ പട്ടിക തന്നിരിക്കുന്നു. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. EMS നമ്പൂതിരിപ്പാട്, പിണറായി വിജയൻ, EK നായനാർ, VS അച്യുതാനന്ദൻ. 8. രംഗസ്വാമി കപ്പ് ചുവടെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി, ഫുട്ബോൾ, ക്രിക്കറ്റ്, പോളോ. 9. പദബന്ധം പരിശോധിച്ച് അനുയോജ്യമായത് പൂരിപ്പിക്കുക. ഡേവിസ് കപ്പ് ലോൺ ടെന്നീസ്, ഡ്യൂറന്റ് കപ്പ് ഡാഷ്, അതാണ് എഴുതാനുള്ളത്. റഗ്ബി, ഗോൾഫ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ. 10. ഇറാനി ട്രോഫി, ദുലീപ് ട്രോഫി എന്നിവ ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, ബാഡ്മിന്റൺ. 11. താഴെ പറയുന്നവയിൽ നിന്നും കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണം കണ്ടെത്തുക. നിക്കൽ, പ്ലാസ്റ്റിക്, പേപ്പർ, ഗ്ലാസ്. 12. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ചുവടെ പറയുന്നതിൽ ഏതെല്ലാമാണ്? അൽനിക്കോ, സമേറിയം, നിയോഡിമിയം ഇവയെല്ലാം.
13 താഴെ പറയുന്നവയിൽ അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത ലോഹം കണ്ടെത്തുക. കോപ്പർ, അലൂമിനിയം, നിക്കൽ, ഇരുമ്പ്. 14 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്, പ്രസിഡന്റിന്, സംസ്ഥാന സർക്കാരിന്, ലോക്സഭാ സ്പീക്കർക്ക്. 15 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധിയിൽ തെറ്റായത് കണ്ടെത്തുക. രാഷ്ട്രപതി 35 വയസ്സ്, സംസ്ഥാന നിയമസഭ 21 വയസ്സ്, ലോക്സഭ 25 വയസ്സ്, രാജ്യസഭ 30 വയസ്സ്. അപ്പൊ ഇത്രയായിരുന്നേ 15 ചോദ്യങ്ങൾ. ഇനി ഉത്തരങ്ങൾ നോക്കാവേ. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. ഡി ആണ്. ഇന്ത്യൻ എക്കണോമിക് സർവീസ് നിലവിൽ വന്ന വർഷം 1961. 2 ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും കേന്ദ്ര സർവീസിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. കേന്ദ്ര സർവീസ് ഇന്ത്യൻ റെയിൽവേ സർവീസ് ആണ്. സി. 3 ചുവടെ തന്നിരിക്കുന്നതിൽ ജില്ലാ കളക്ടറുടെ ചുമതലയിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ജില്ലാ കളക്ടറുടേതാണ്. ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ സബ് കളക്ടർ അല്ലെങ്കിൽ RDO ആണ്. 4 കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ പ്രധാന ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ഉത്തരം സി ആണ്. 1, 2, 3. 5 സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. എ ആണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ ആണ്. ഗവർണർ. 6 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ബി. കേന്ദ്ര സർക്കാരിനാണ്. 7 കേരളത്തിലെ ഇതുവരെ നിലവിൽ വന്ന ഭരണപരിഷ്കാര കമ്മീഷനുകളുടെ അധ്യക്ഷന്മാരുടെ പട്ടിക തന്നിരിക്കുന്നു. കൂട്ടത്തിൽ ചേരാത്തത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ. 8 രംഗസ്വാമി കപ്പ് ചുവടെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയാണ്. ഹോക്കി. 9 പദബന്ധം പരിശോധിച്ച് അനുയോജ്യമായത് പൂരിപ്പിക്കുക. ഡേവിസ് കപ്പ് ലോൺ ടെന്നീസ്, ഡ്യൂറന്റ് കപ്പോ ഫുട്ബോൾ ആണ്. ഫുട്ബോൾ. സി. 10 ഇറാനി ട്രോഫി, ദുലീപ് ട്രോഫി എന്നിവ ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ് ആണ്. എ. ക്രിക്കറ്റ്. 11 താഴെ പറയുന്നവയിൽ നിന്നും കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണം കണ്ടെത്തുക. എ. നിക്കലാണ്. കാന്തിക വസ്തുവിന് ഉദാഹരണമാണ് നിക്കൽ. 12 കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ചുവടെ പറയുന്നതിൽ ഏതെല്ലാമാണ്? ഡി. ഇവയെല്ലാം. അൽനിക്കോ, സമേറിയം, നിയോഡിമിയം ഇവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. 13 താഴെ പറയുന്നവയിൽ അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത ലോഹം കോപ്പർ ആണ്. അൽനിക്കോ എന്ന് പറയുമ്പം അലൂമിനിയം, നിക്കൽ, അയൺ, കൊബാൾട്ട് ആണ്. കൊബാൾട്ട്. 14 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. സി. സംസ്ഥാന സർക്കാരിന്. 15 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധിയിൽ തെറ്റായത് കണ്ടെത്തുക. ബി ആണ്. സംസ്ഥാന നിയമസഭ 25 വയസ്സാണ് പ്രായപരിധി. ഓക്കെ, അപ്പൊ ഇത്രയാണ് 15 ചോദ്യങ്ങൾ. അപ്പൊ ഏതെങ്കിലും പോർഷൻ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ എടുത്ത് പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് LDC പരീക്ഷയ്ക്ക്. LDC പരീക്ഷയ്ക്ക് മാത്രമല്ല, PSCയുടെ പുതിയ സിലബസിലെ എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണാം. താങ്ക് യു.